ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാ കുട്ടികൾക്കും ലേണിംഗ് സ്പോട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് EVSലെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള വാട്ടർ ആൻഡ് സോയിൽ എന്ന യൂണിറ്റാണ്. നമുക്ക് ക്ലാസ് തുടങ്ങാം. കുട്ടൻ ആൻഡ് ഫ്രണ്ട്സ് സ്റ്റാർട്ടഡ് ദെയർ ഗെയിം. കുട്ടനും കളിക്കാൻ തുടങ്ങി. ആൻഡ് ദെൻ കെയിം ദ റെയിൻ ഡ്രിസിലിംഗ്. പെട്ടെന്നയ്യ ചെറുമഴ ചാറി. ദ സ്കൈ ഡാർക്ക്ഡ് ആൻഡ് ലൈറ്റിംഗ് ഫ്ലാഷ്ഡ്. മാനമിരുണ്ടു, വെള്ളിടി പാറി. കുട്ടൻ ആൻഡ് ഫ്രണ്ട്സ് റാൻ ടു ദെയർ ഹോംസ്. കുട്ടനും വീട്ടിലേക്ക് ഓടി. ലിറ്റിൽ റെയിൻ, ഫ്രഷ് റെയിൻ, പിറ്റർ പാറ്റർ സൗണ്ട്. ചെറുമഴ, പുതുമഴ, കലപിലമേള. തോടുകൂടി എന്ത് ചെയ്തു? ദെൻ ഇറ്റ് ബിക്കെയിം മൈറ്റി റെയിൻ. ആ മഴ പിന്നെ എന്ത് ചെയ്തു? പെരുമഴയായി മാറി. ദ റെയിൻ സ്റ്റോപ്ഡ് ആൻഡ് ദ ക്ലൗഡ് വാണിഷ്ഡ്. പെരുമഴ മാറി, കാർമുകിൽ, ക്ലൗഡ്സ്, മേഘങ്ങളൊക്കെ നീങ്ങി. ദ സോയിൽ കൂൾഡ് ആൻഡ് ഫ്ലവേഴ്സ് ബ്ലൂംഡ്. മണ്ണ് കുളിർത്തു. ദ സോയിൽ കൂൾഡ് പറഞ്ഞാൽ മണ്ണ് തണുത്തു. ആൻഡ് ഫ്ലവേഴ്സ് ബ്ലൂംഡ്, പൂക്കൾ ചിരിച്ചു. കുട്ടൻ ജോയിൻഡ് ഹിസ് ഫ്രണ്ട്സ് ടു പ്ലേ. കുട്ടനും കൂട്ടുകാർക്കൊപ്പം കൂടി. ആൻഡ് ഹാഡ് ഇൻ എ ഫൺ. ആർത്ത് തിമിർത്തു. തകതിമിതവും, അവർ തകതിമിതവും കളിച്ചു അല്ലേ. അവർ വീണ്ടും കളിക്കാൻ തുടങ്ങി. മഴ മാറി, സന്തോഷത്തോടു കൂടി കുട്ടനും കൂട്ടുകാരും കളിക്കാൻ തുടങ്ങി. നെക്സ്റ്റ് പേജ് നോക്കിക്കേ. വാച്ചിങ് റെയിൻ ഡ്രോപ്സ് ഫാളിങ് ഓൺ മൈ ലീവ്സ് ആൻഡ് സ്കട്ടറിങ് ഈസ് എ ഫൺ ഇൻ നീഡ്. അതായത് മഴത്തുള്ളികൾ എൻ്റെ ഇലകളിൽ തട്ടി ചിന്നിത്തിരയ്ക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു. ആരാ പറയുന്നത്? ട്രീസ് പറയാണ് അല്ലേ. പിന്നെയോ അവിടെ പാരറ്റ് എന്താ പറയുന്നത്? ഐ ഡിഡ് നോട്ട് ഗെറ്റ് വെറ്റ് ഇൻ ദ റെയിൻ. ഞാനെന്താണ് പൊത്തിലായതുകൊണ്ട് എന്ത് ചെയ്തില്ല? നനഞ്ഞില്ല. ബിക്കോസ് ഐ വാസ് ദ ഹോൾ ഓഫ് ദ ട്രീ. ഞാൻ മരത്തിൻ്റെ പൊത്തിലായതുകൊണ്ട് ഞാൻ മഴ നനഞ്ഞില്ല. പക്ഷെ എന്താണ്? ഇറ്റ്സ് വെരി കോൾഡ് ഔട്ട് ഹിയർ. പക്ഷെ നല്ല തണുപ്പാണ് അല്ലേ. അടുത്ത് നോക്കിക്കേ. ബട്ടർഫ്ലൈ ഗ്രാസ് എന്തോ പറയുന്നുണ്ട്. ദ സോയിൽ ഈസ് വെറ്റ് ആൻഡ് ഡ്രഞ്ച്ഡ്. ഐ വിൽ നൗ ഹാവ് ന്യൂ ഷൂട്ട്സ് കമ്മിങ്. മണ്ണ് നനഞ്ഞു കുതിർന്നത് കൊണ്ട് എനിക്ക് എന്ത് വരും? ഇനി പുതുനാമ്പുകൾ വളർന്നു വരുന്ന ട്രീസ് പറയുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ്? മഴ വന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സാണ് ഈ ജീവികൾക്കും അതേപോലെ പ്ലാന്റ്സിനൊക്കെയുള്ള നേട്ടങ്ങളാണ് ഈ ജീവികളൊക്കെ പറയുന്നത്. അടുത്ത പേജ് നോക്കാം. എന്താണ് പറയുന്നത്? വാട്ട് ആർ ദ ചേഞ്ചസ് ഹാപ്പൻ ഇൻ അവർ സറൗണ്ടിങ്സ് ആഫ്റ്റർ ദ റെയിൻ. മഴ പെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ പരിസരത്ത് ഉണ്ടാവുക? റൈറ്റ് ദം ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. നിങ്ങളുടെ പരിസര പഠന പുസ്തകത്തിൽ അത് എഴുതൂ. വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ഇൻ അവർ സറൗണ്ടിങ്സ് ആഫ്റ്റർ റെയിൻ. മഴ പെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ പ്രകൃതിയിലുണ്ടാകുന്നത്? ദ സോയിൽ വെറ്റ് ആൻഡ് ഡ്രഞ്ച്ഡ്. മണ്ണ് നനഞ്ഞ് കുതിരും. അപ്പിയറിങ് സ്മോൾ സ്ട്രീംസ്. ചെറിയ നീർച്ചാലുകൾ രൂപപ്പെടും. വാട്ടർ ലെവൽ റൈസസ് ഇൻ ദ വാട്ടർ ബോഡീസ്. ജലാശയങ്ങളായിട്ടുള്ള പുഴ, തോട്, കുളം ഒക്കെ എന്താണ്? നിറഞ്ഞു കവിയും. ദ സറൗണ്ടിങ് ബിക്കം കൂൾ. ചുറ്റുപാടും നല്ല തണുപ്പുണ്ടാവും. പ്ലാന്റ് സ്പ്രൗട്ട് ന്യൂ ഷൂട്ട്സ്. ചെടികളിലൊക്കെ പുതു നാമ്പുകൾ വരും. വാട്ടർ ബോഡീസ് ലൈക്ക് വെൽസ്, കനാൽ, പോണ്ട്, റിവർ എക്സെട്ര ഫില്ലപ്പ്. ജലാശയങ്ങളായിട്ടുള്ള കിണറുകളും കനാലുകളും കുളങ്ങളും പുഴകളും ഒക്കെ നിറയും. ഗ്രാസ് സ്പ്രൗട്ട്സ് ഇൻ ദ യാർഡ്. മുറ്റത്ത് പുല്ലുകൾ മുളയ്ക്കും. പ്ലാന്റ്സ് ആൻഡ് ട്രീസ് സ്പ്രൗട്ട്. ചെടികളും മരങ്ങളും ഒക്കെ തളിർക്കും. കൾട്ടിവേഷൻ ബിഗിൻസ്. കൃഷി തുടങ്ങും. സോയിൽ ഡ്രെയിൻ എവേ. മണ്ണൊലിപ്പുണ്ടാവും അല്ലേ. മഴ പെയ്യുന്ന സമയത്ത് മണ്ണൊക്കെ ഒലിച്ചു പോകും, കുത്തിയൊലിച്ചു പോകും. മേ ഫ്ലൈസ് റൈസ് ഫ്രം സോയിൽ. ഈയമ്പാറ്റകൾ മണ്ണിൽ നിന്ന് പൊടിയും. പിറ്റ്സ് ആൻഡ് ലോ ആൻഡ് ഫിൽ വിത്ത് വാട്ടർ. കുഴികളിൽ അതേപോലെ താഴ്ന്ന പ്രദേശങ്ങൾ, വയലുകളിലൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ എന്താവും? വെള്ളം നിറയും. വി ഹിയർ ദ ക്രൈ ഓഫ് ഫ്രോഗ്സ്. മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രോഗ്സിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം അല്ലേ. ഇത്രയും ചേഞ്ചസാണ് നമ്മുടെ പ്രകൃതിയിൽ റെയിൻ ആഫ്റ്റർ മഴയ്ക്ക് ശേഷം ഉണ്ടാകുന്നത്. കൂടുതൽ നിങ്ങൾ കണ്ടെത്തി എൻവയോൺമെൻറ്റൽ ഡയറിയിൽ എഴുതി ചേർക്കൂ. ഡസ് ഇറ്റ് റെയിൻ ഓൾ ദ ടൈം ഇൻ യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ പ്രദേശത്ത് എല്ലാ കാലത്തും മഴ ലഭിക്കാറുണ്ടോ? ഇൻ വിച്ച് മന്ത് ഡു വി ഗെറ്റ് റെയിൻ? See the newspaper headlines about the rainfall in the month of June in Kerala. നിങ്ങളുടെ പ്രദേശങ്ങളിൽ ഏതൊക്കെ മാസങ്ങളിലാണ് നമുക്ക് മഴ ലഭിക്കാറുള്ളത്? കേരളത്തിൽ കഴിഞ്ഞ ജൂണിൽ പെയ്ത മഴ സംബന്ധിച്ച
വാർത്തകളുടെ തലക്കെട്ടുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ മാസങ്ങളിലാണ് നമുക്ക് മഴ പെയ്യാറ്? ഇൻ വിച്ച് മന്ത് ഡു വി ഗെറ്റ് റെയിൻ? ഏതൊക്കെ മാസങ്ങളിലാണ് മഴ പെയ്യാറ്? കാലവർഷ ഇടവപ്പാതി ഫ്രം ജൂൺ ടു സെപ്റ്റംബർ. ജൂൺ ടു സെപ്റ്റംബറിൽ പെയ്യുന്ന മഴയ്ക്ക് പറയുന്ന പേരാണ് കാലവർഷ ഇടവപ്പാതി, അല്ലേ? അപ്പോൾ അതിൻ്റെ സമയമാണ്. ആൻഡ് ദ തുലാവർഷ ഫ്രം ഒക്ടോബർ ടു നവംബർ. അടുത്തത് തുലാവർഷമാണ്. ഇടിയോട് കൂടി ഉച്ച കഴിഞ്ഞൊക്കെ പെയ്യുന്ന മഴയാണ് എന്ത്? തുലാവർഷം എന്ന് പറയുന്നത്. അത് ഒക്ടോബർ ടു നവംബർ മാസങ്ങളിലാണ്. ഇവിടെ 2 തരം പിക്ചർ കൊടുത്തിട്ടുണ്ട്, അല്ലേ? ഹെവി റെയിൻഫോൾ ഇൻ കോഴിക്കോട് ഡിസ്ട്രിക്ട്. കോഴിക്കോട് ശക്തമായിട്ടുള്ള മഴ ലഭിച്ചു. 7 ഡിഗ്രീസ് ഇൻ റെയിൻഫോൾ ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്ട്. തിരുവനന്തപുരം ജില്ലയിൽ മഴയിൽ കുറവാണ്. ഹൗ ഡു വി ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസസ് ഇൻ ദ എമൗണ്ട് ഓഫ് റെയിൻഫോൾ? ക്യാൻ വി മെഷർ ദ റെയിൻഫോൾ? മഴയുടെ അളവിലുള്ള വ്യത്യാസം എങ്ങനെയാണ് ഇവിടെ കണ്ടെത്തിയത്? ക്യാൻ വി മെഷർ ദ റെയിൻഫോൾ? മഴ അളക്കാൻ കഴിയുമോ? അവിടെ നോക്കിക്കേ. വി ക്യാൻ സീ വാട്ടർ ഇൻ ദ എംപ്റ്റി വെസൽ പ്ലേസ്ഡ് ഇൻ ദ കോർട്ട്യാർഡ് ആഫ്റ്റർ ദ റെയിൻഫോൾ. മുറ്റത്ത് വെച്ചിരിക്കുന്ന ഒരു പാത്രം അല്ലെ ഒരു വെസലിൽ എന്ത് ചെയ്യുക? മഴ പെയ്തതിന് ശേഷം, മഴ പെയ്ത് കഴിയുമ്പോൾ വെള്ളം കാണാം. ദ വാട്ടർ ഇൻ ദ വെസൽ ഇൻഡിക്കേറ്റ് ദ എമൗണ്ട് ഓഫ് ദ റെയിൻഫോൾ. ഇവിടെ പെയ്ത, ഈ പ്രദേശത്ത് പെയ്ത മഴയുടെ അളവാണ് ആ വെസലിൽ കാണുന്ന വെള്ളം. ക്യാൻ വി മെഷർ ദ വാട്ടർ? ഈ വെള്ളം നമുക്ക് അളക്കാൻ സാധിക്കുമോ? ഷാൽ വി മേക്ക് ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ റെയിൻഫോൾ? ഈ വെള്ളം അളക്കാൻ കഴിയുന്ന ഒരു ഉപകരണം നമുക്ക് നിർമ്മിച്ചാലോ? റെയിൻ ഗേജ്. ദ റെയിൻ ഗേജ് ഈസ് എ സിമ്പിൾ ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ റെയിൻഫോൾ. മഴമാപിനി എന്ന് പറയും. റെയിൻ ഗേജ് എന്ന് പറഞ്ഞാൽ മഴമാപിനി. എന്താണ് മഴമാപിനി? മഴ അളക്കുന്നതിനുള്ള ഒരു ചെറിയ ഇൻസ്ട്രുമെൻ്റാണ്, സിമ്പിൾ ഇൻസ്ട്രുമെൻ്റാണ്, ഉപകരണമാണ് മഴമാപിനി. ഹൗ ക്യാൻ വി മേക്ക് ദിസ്? ഇതെങ്ങനെ നിർമ്മിക്കാം? ഇവിടെ നോക്കിക്കേ, നെക്സ്റ്റ് പേജ് കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ നീഡഡ്. ഇതിന് വേണ്ട ആവശ്യമുള്ള സാമഗ്രികൾ എന്തൊക്കെയാണ്? ഗ്ലാസ് ബോട്ടിൽ, അല്ലേ? ചില്ലുകുപ്പി, അതുപോലെ ഫണൽ, അല്ലേ? ചോർപ്പ് എന്ന് പറയും. നെക്സ്റ്റ് സ്കെയിൽ. ഹൗ ടു മേക്ക്? ഇതെങ്ങനെ നിർമ്മിക്കാം? ഫിക്സ് ദ സ്കെയിൽ ടു ദ ഗ്ലാസ് ബോട്ടിൽ ആസ് ഷോൺ ഇൻ ദ പിക്ചർ. ചില്ലുകുപ്പിയിലൊരു സ്കെയിൽ എന്ത് ചെയ്യാം? ചിത്രത്തിൽ കാണുന്നത് പോലെ വയ്ക്കുക. പ്ലേസ് ദ ഫണൽ ഓൺ ടോപ്പ് ഓഫ് ദ ഗ്ലാസ് ബോട്ടിൽ. ചില്ലുകുപ്പിയുടെ മുകളിൽ വേണം ഫണൽ വെക്കാൻ. ഫിക്സ് ദ ബോട്ടിൽ ഇൻ ആൻ ഓപ്പൺ സ്പേസ് ഔട്ട്സൈഡ്. കുപ്പി എന്ത് ചെയ്യുക? തുറസായ ഒരു സ്ഥലത്ത് വെക്കുക. നോട്ട് ഡൗൺ ദ വാട്ടർ ലെവൽ അറ്റ് ഫിക്സഡ് ഇൻ്റർവെൽ. എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയത്ത് വന്നിട്ട് ജലനിരപ്പ് നോക്കുക. ഇവിടെ താഴെ എന്താണ്? കൂട്ടുകാരും ഒന്നിച്ച് നിങ്ങൾ മഴമാപിനി നിർമ്മിച്ചതിന് ശേഷം താഴെ കൊടുത്തിട്ടുള്ള കോളം എന്ത് ചെയ്യണം? ടേബിൾ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. ഓരോ ദിവസവും പെയ്ത മഴയുടെ അളവ് എത്രയാണെന്ന് വെച്ചാൽ അതിന് മുകളിൽ ഡേറ്റ് എഴുതിയിട്ട് താഴെ ലഭിച്ച മഴയുടെ റെയിൻഫോൾ റിസീവ്ഡ്, താഴെ ലഭിച്ച മഴയുടെ അളവും എഴുതിയിട്ട് ഈ ടേബിൾ നിങ്ങൾ ഫില്ല് ചെയ്യുക. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വയം നിർമ്മിക്കാൻ പറ്റുന്ന ചെറിയൊരു ഇൻസ്ട്രുമെൻ്റാണ് റെയിൻ ഗേജ്. നെക്സ്റ്റ് പേജ് എടുത്തേ. Remember to note down the amount of rainfall received each day on the class bulletin board. ഓരോ ദിവസവും ലഭിച്ച മഴയുടെ അളവ് നിങ്ങളെ ബുള്ളറ്റിൻ ബോർഡിൽ രേഖപ്പെടുത്തണം. അതുപോലെ വിച്ച് ഡേ ഹാസ് ദ ഹയസ്റ്റ് റെയിൻഫോൾ? ഏറ്റവും കൂടുതൽ മഴ എന്നാണ് ലഭിച്ചത്. വിച്ച് ഡേ ഹാസ് ദ ലോവസ്റ്റ് റെയിൻഫോൾ? ഏത് ദിവസമാണ് മഴ കുറവ് ലഭിച്ചത്? ഈസ് ദെയർ എ ഡേ ദാറ്റ് ഡിഡ് നോട്ട് റിസീവ് റെയിൻ അറ്റ് ഓൾ? തീരെ മഴ ലഭിക്കാത്ത ദിവസങ്ങൾ ഏതാണ്? എ റെയിൻ ഗേജ് ഫോർ മീ. എനിക്കും ഒരു മഴമാപിനി. നമുക്ക് വീട്ടിലൊരു മഴമാപിനി തയ്യാറാക്കാം. റൈറ്റ് ദ എമൗണ്ട് ഓഫ് റെയിൻഫോൾ റിസീവ്ഡ് ഈച്ച് ഡേ ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. പ്രസൻറ്റ് യുവർ ഫൈൻഡിങ്. ഓരോ ദിവസവും ലഭിച്ച മഴയുടെ അളവ് എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ രേഖപ്പെടുത്തി കണ്ടെത്തലുകളൊക്കെ കൂട്ടിച്ചേർക്കാം. നെക്സ്റ്റ് ഒരു എക്സ്പെരിമെൻ്റാണ്. വേർ ഡസ് ദ റെയിൻ വാട്ടർ ഗോ? മഴ പെയ്ത് കഴിഞ്ഞാൽ മഴവെള്ളം എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങൾക്കറിയാം, മഴ പെയ്ത് കഴിഞ്ഞാൽ കുറേ വെള്ളം ഭൂമിൻ്റെ അടിയിലേക്ക് പോകുന്നുണ്ട്, അല്ലേ? അതുപോലെ കുറേ വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്? ഒഴുകി പോകുന്നുണ്ട്. തോട്ടിലേക്കും പുഴയിലേക്കൊക്കെ പോകുന്നുണ്ട്, അല്ലേ? അവസാനം അത് എവിടെയാണ് എത്തുന്നത്? കടലിൽ എത്തിച്ചേരാണ്.
അപ്പോൾ ഈ വെള്ളം എങ്ങനെയാണ് ഇതിൻ്റെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളം എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ചെറിയ സിമ്പിൾ എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് വേണ്ടത് എന്താണ്? ഫിൽ ഡ്രൈ സോയിൽ ഇൻ എ പ്ലാസ്റ്റിക് ബോട്ടിൽ. ചിത്രത്തിലേതുപോലുള്ള ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക. മേക്ക് എ ഹോൾ അറ്റ് ദ ബോട്ടം ഓഫ് ഇറ്റ്. അടിഭാഗത്ത് ദ്വാരമിട്ട് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ. അതിലെന്താണ് വേണ്ടത്? ഡ്രൈ സോയിലാണ്, ഉണങ്ങിയ മണ്ണ് നിറച്ചൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് വേണ്ടത്. ചിത്രം 2, പിക്ചർ 2 നോക്കിക്കേ. ഒരു പ്ലാസ്റ്റിക് ബോട്ടിലുണ്ട്, വാട്ടർ ഉണ്ട്, നീഡിലുണ്ട്. എന്താ ചെയ്യേണ്ടത്? യൂസ് ദ ഒബ്ജക്റ്റ് ഇൻ എ പിക്ചർ 2 ടു ഗെറ്റ് റെയിൻ ഇൻ ടു ദ സോയിൽ ഇൻ ദ ബോട്ടിൽ ഓഫ് പിക്ചർ 1. അതായത് പിക്ചർ 2 വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? പിക്ചർ 1 പാത്രത്തിലേക്ക് മഴ പെയ്യിക്കണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഉണങ്ങിയ ഡ്രൈ സോയിൽ എടുത്തതിൽ ഒരു ഒറ്റ ദ്വാരം ഇടുക. രണ്ടാമത് പിക്ചർ 2 ബോട്ടിലിൽ സൈഡിലൊക്കെ എന്ത് ചെയ്യുക? ഹോൾ ഇടുക. പ്രസൻറ്റ് യുവർ ഫൈൻഡിങ്. അതിൽ വെള്ളം നിറച്ചിട്ട് എന്താ വേണ്ടത്? ഉണങ്ങിയ ഡ്രൈ സോയിലേക്ക് നമ്മളെ മഴ പെയ്യിക്കുന്നത് പോലെ വെള്ളം ഒഴിക്കുക. അപ്പോൾ എന്താ നിങ്ങൾ കാണുന്നത്? റൈറ്റ് ദം ഇൻ യുവർ എൻവയോൺമെൻറ്റ്. എന്താണ് നിങ്ങൾ കണ്ടെത്തിയത് എന്നുള്ളത് നിങ്ങളുടെ എൻവയോൺമെൻറ്റ് ഡയറിയിൽ വരച്ച് ചേർക്കാം. ഒബ്സർവേഷനിൽ നോക്കിക്കേ. വാട്ടർ ഫോളിങ് ഇൻ ടു എ ബോട്ടിൽ ഫിൽഡ് വിത്ത് സോയിൽ സിങ്ക്സ് ഇൻ ടു ദ സോയിൽ. എന്താണ് നിങ്ങൾ കണ്ടത്? മണ്ണ് നിറച്ച കുപ്പിയിലേക്കാണ്, ഡ്രൈ സോയിലേക്ക് മുകളിലത്തെ കുപ്പിയിൽ നിന്ന് വെള്ളം വീഴുകയാണ് അല്ലേ? അപ്പോൾ എന്താ ചെയ്യുന്നത്? മണ്ണിലേക്ക് താഴുന്നു. കൺക്ലൂഷൻ എന്താണ്? ഡ്രൈ സോയിൽ ഹാസ് എബിലിറ്റി ടു അബ്സോർബ് വാട്ടർ. ഉണങ്ങിയ മണ്ണിന് എന്താണ്? ജലം ഉൾക്കൊള്ളുവാനുള്ള കഴിവുണ്ട്. ഇതേ പ്രവർത്തനമാണ് മഴ പെയ്യുമ്പോഴും ഉണ്ടാകുന്നത് അല്ലേ? മഴ പെയ്യുന്ന സമയത്ത് ഉണങ്ങിയ മണ്ണിലേക്ക് വെള്ളം വീഴുന്നു. കുറേ വെള്ളം മണ്ണ് സോയിൽ എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യുന്നു. ബാക്കിയുള്ളത് എന്താണെന്ന് ഒഴുകി പോകുന്നുണ്ട്. ഈ അബ്സോർബ് ചെയ്യുന്ന വാട്ടറാണ് പിന്നീട് നമുക്ക് നമ്മുടെ വെല്ലിലും പോണ്ടിലും ഒക്കെ എന്ത് ചെയ്യുന്നത്? നമുക്ക് വെള്ളമായിട്ട് കിട്ടുന്നത് അല്ലേ? ഭൂഗർഭജലം നമുക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ കിട്ടുന്നു. നെക്സ്റ്റ് പറയുന്നത് വാട്ടർ സോഴ്സ് ആണ്. വാട്ടർ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ജലസ്രോതസ്സുകൾ. ഇവിടെ എന്താണ് പറയുന്നത് കുട്ടികളെ? ദ വെൽ ഇൻ മൈ ഹൗസ് ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ. എൻ്റെ വീട്ടിലെ കിണറ്റിൽ നിറയെ വെള്ളമുണ്ട്. ഇൻ മൈ ഹൗസ് ദർ ഇസ് എ ബോർവെൽ. ഞങ്ങളുടെ വീട്ടിലുള്ളത് ബോർവെല്ലാണ്. ബോർവെൽ എന്ന് പറഞ്ഞാൽ കുഴൽ കിണറാണ്. വി കനോട്ട് സീ ദ വാട്ടർ ലെവൽ ഇൻ ഇറ്റ്. അതിലെ വെള്ളം നമുക്ക് കാണാൻ കഴിയുന്നില്ല. കഴിയോ? ഇല്ലല്ലേ? ബോർവെൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് അടിയിലുള്ള വെള്ളമാണ്, ഭൂഗർഭജലമാണ്. അപ്പോൾ അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, അത്രക്കും ആഴുണ്ടാവും. പിന്നെ അടുത്ത ആളെന്താ പറയുന്നത്? ദ പോണ്ട് ഇൻ അവർ ഫാം ലാൻഡ് ഗീവ് us വാട്ടർ നീഡഡ് ഫോർ ഫാമിംഗ് ആൻഡ് ഫോർ ഹൗസ് ഹോൾഡ് പർപ്പസ്. അതായത് എൻ്റെ വീട്ടിൽ പോണ്ടാണുള്ളത്. ആ പോണ്ടിലെ വെള്ളം എന്താണ് ചെയ്യുന്നത്? കൃഷിക്കും അതുപോലെ വീട്ടിലുള്ള ആവശ്യത്തിനൊക്കെ എടുക്കുന്നത് പോണ്ടിലെ വെള്ളമാണ് അല്ലേ? വേർ ഡു യു ഗെറ്റ് വാട്ടർ ഫോർ യുവർ ഹോം? റൈറ്റ് ഡൗൺ. നിങ്ങളുടെ വീട്ടിൽ എന്താണുള്ളത്? നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് എന്താണ്? വാട്ടർ യൂസസിന് ഉപയോഗിക്കുന്നത് പോണ്ടാണോ, അതേപോലെ വെള്ളാണോ, അല്ലെങ്കിൽ ബോർവെല്ലാണോ? എന്താണെന്ന് വെച്ചാൽ അത് എഴുതാം. പ്രധാനപ്പെട്ട വാട്ടർ സോഴ്സസ് ഒക്കെ ഏതൊക്കെയാണ്? വാട്ടർ ബോഡി സച്ച് ആസ് വെൽ, ബോർവെൽ. വെൽ എന്ന് പറഞ്ഞാൽ കിണർ അല്ലേ? ബോർവെൽ, പോണ്ട്, ലേക്ക്, തടാകം. അതുപോലെ ബാക്ക് വാട്ടർ, കായലുണ്ട്, കനാലുണ്ട്, സ്ട്രീം, അരുവിയുണ്ട്, റിവറുണ്ട്, അതുപോലെ സീ, കടലുണ്ട് അല്ലേ? വെർ വാട്ടർ ഈസ് സ്റ്റോർഡ് ഫോർ അവർ നീഡ് ആർ കോൾഡ് വാട്ടർ സോഴ്സ്. ഇങ്ങനെ നമ്മുടെ വെള്ളം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന, നമ്മുടെ ആവശ്യങ്ങൾക്ക് വെള്ളം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട സോഴ്സുകളാണ് എന്ത്? വാട്ടർ സോഴ്സ് അല്ലേ? ജലസ്രോതസ്സുകൾ എന്ന് പറയുന്നത്. അടുത്ത പിക്ചർ നോക്കി. സുരംഗ ആൻഡ് കേണി. ദ മെത്തേഡ് ഓഫ് ബിൽഡിംഗ് ടണൽ that are just enough for a person to walk through and to bring groundwater outside is called സുരംഗ. അതായത് സുരംഗയും കെണിയൊക്കെ എന്താണ്? കിണർ തന്നെയാണ് അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ കിണർ? എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ദ മെത്തേഡ് ഓഫ് ബിൽഡിംഗ് ടണൽ. ഇതെന്താ? ഒരു തുരങ്കമാണ് അല്ലേ? അതായത് ജസ്റ്റ് ഒരാൾക്ക് നടന്നു പോകാൻ മാത്രം വലിപ്പമുള്ള തുരങ്കങ്ങളാണ്. അത് നിർമ്മിച്ചിട്ട് എന്താ ചെയ്യുന്നത്? അതിലൂടെ ഭൂഗർഭജലത്തെ ഭൂമിയുടെ അടിയിലേക്ക് എന്ത് ചെയ്യണേ? കുടി കുത്തിയിട്ട് അതിൽ നിന്ന് വെള്ളം പുറത്തേട്ട് കൊണ്ടുവരുന്ന സംവിധാനമാണ് സുരംഗം. ഇത് എവിടെയാണുള്ളത്? ദിസ് മെത്തേഡ് ഹാസ് ബീൻ യൂസ്ഡ് ഫോർ എയ്ഡ്സ് ടു കളക്ട് വാട്ടർ ഇൻ കാസർഗോഡ് ഡിസ്ട്രിക്ട് ആൻഡ് സം പാർട്സ് ഓഫ് കർണാടക. കാസർഗോഡ് ജില്ലയിലും കർണാടകത്തിൻ്റെ ചില ഭാഗങ്ങളിലുമാണ് ഇത്തരം സുരംഗ കിണറുകളുണ്ട്. അടുത്ത നോക്കിക്കേ, കേണി. കേണി എന്നെന്താണ്? ദ വേർഡ് ഓഫ് കേണി മീൻസ് വെൽ. കേണി എന്നാൽ കിണറാണ് അർത്ഥം. കേണി ഈസ് കൺസ്ട്രക്ട് ബൈ
ഇൻസേർട്ടിങ് ഹോളോഡ് വുഡ് ഓഫ് ലാർജ് ട്രീ ഇൻ ടു ദ എർത്ത്. അതായത് വലിയ മരത്തടികൾ തുരന്നിട്ട് ഭൂമിയിലേക്ക് താഴ്ത്തിയിട്ടാണ് കേണി ഉണ്ടാക്കുന്നത് അല്ലേ. വുഡ് ലാർജ് ട്രീ ഇൻ ടു ദ എർത്ത്. കേണി ഈസ് ഓൺലി ഡീപ്പ് ഇനഫ് ഫോർ ടേക്കിംഗ് വാട്ടർ വിത്ത് വെസൽ ഡയറക്ട്ലി. അതായത് നേരിട്ട് പാത്രങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മുക്കിയെടുക്കാൻ പറ്റുന്നത്ര അത്രേ ആഴേ ഉണ്ടാവുള്ളൂ. ഇറ്റ് ഈസ് സ്റ്റിൽ യൂസ്ഡ് ബൈ മെനി ട്രൈബൽ ഗ്രൂപ്പ് ഇൻ കേരളം. ഒരുപാട് ട്രൈബൽസിൻ്റെ ആദിവാസി മേഖലകളിൽ ഇത്തരം വെൽസ് കിണറുകൾ നമുക്ക് കാണാൻ കഴിയും. കാരണം എന്താണ്, ഇത്ര ആഴം കുറവാണ്. മാത്രമല്ല ഇതുകൊണ്ട് നമ്മുടെ കപ്പ് കൊണ്ട് ബക്കറ്റ് കൊണ്ട് വെസൽസ് കൊണ്ടൊക്കെ എന്താണ് നമുക്ക് മുക്കിയെടുക്കാൻ പറ്റുന്ന അത്ര ആഴമേ ഇതിനുണ്ടാവുള്ളൂ. നെക്സ്റ്റ് പിക്ചർ നോക്കിക്കേ, വാട്ടർ ഫോർ ലൈഫ്, ജീവജലം അല്ലേ. അവിടെ ഒരുപാട് ജീവികളെ കാണുന്നത്. ഏതൊക്കെ ജീവികളാണ് അവിടെ കാണുന്നത്? യെസ്, എലിഫൻ്റ് ഉണ്ട്, ഡിയർ ഉണ്ട്, ക്രെയിൻ ഉണ്ട്, ടൈഗർ ഉണ്ട്, ബഫലോ ഉണ്ട്, മങ്കി ഉണ്ട്, ഫിഷ് ഉണ്ട് അല്ലേ, ക്രോക്കഡൈൽ ഉണ്ട്, ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ എന്താണ് അവിടെ പറഞ്ഞത്? ഒബ്സർവ് ദ പിക്ചർ, ദീസ് ക്രിയേച്ചർ യൂസ് വാട്ടർ ഇൻ ദ പോണ്ട് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ്. വാട്ട് ആർ ദേ? ഈ ചിത്രം നിരീക്ഷിച്ചിട്ട് ഇത് പുഴയിലെ വെള്ളം ഏതെല്ലാം ആവശ്യങ്ങൾക്കാണ് ഈ ജീവികൾ ഉപയോഗിക്കുന്നതെന്ന് എഴുതാനാണ് പറഞ്ഞത്. കംപ്ലീറ്റ് ദ ടേബിൾ, ഈ പട്ടിക പൂർത്തിയാക്കാം. അവിടെ ക്രിയേച്ചർ ജീവിയുടെ പേരുണ്ട്, ദ യൂസ് ഓഫ് വാട്ടർ, ജലം കൊണ്ട് അവർക്കുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണുള്ളത് അത് എഴുതുകയും വേണം. ക്രിയേച്ചർ ജീവികൾ, ദ യൂസ് ഓഫ് വാട്ടർ, അവയ്ക്ക് ജലം കൊണ്ടുള്ള ഉപയോഗങ്ങളാണ്, ആവശ്യങ്ങൾ. ഫിഷസ് നീഡഡ് വാട്ടർ ടു ലീവ് ഇൻ. ഫിഷിന് താമസിക്കാൻ എന്ത് വേണം? താമസസ്ഥലം ജലമാണ്. ദ നീഡ് വാട്ടർ ടു സ്വിം അബൌട്ട്, ദ യൂസ് ദ എയർ ഇൻ ദ വാട്ടർ ഫോർ ബ്രീത്തിങ്. അപ്പോൾ നീന്തി സഞ്ചരിക്കുന്നുണ്ട് ജലത്തിൽ. അത് മാത്രമല്ല അവയ്ക്ക് ആഹാരം കണ്ടെത്തുന്നതിനും എന്താണ്, ജലത്തിൽ കൂടിയാണ് അല്ലേ. അവ ശ്വസിക്കുന്നതും ആഹാരം കണ്ടെത്തുന്നതും ഒക്കെ എന്താണ്, ജലത്തിലാണ്. എലിഫൻ്റ്, അതിൻ്റെ യൂസ് എന്താണ്? ഫോർ ഡ്രിങ്കിങ് വാട്ടർ, കുടിക്കാനും. ഫോർ കൂളിംഗ് ദ ബോഡി അല്ലേ, ശരീരം തണുക്കുന്നതിന് കുളിക്കുന്നതിനൊക്കെ എന്താണ്, വെള്ളം വേണം. അടുത്ത ക്രെയിൻ, കൊക്ക് എന്താണ്? ഫോർ ഡ്രിങ്കിങ് വാട്ടർ, ഫോർ ക്യാച്ചിങ് ഫിഷ്, അവിടെ ആഹാരം തേടുന്നത് ഫിഷിനൊക്കെ ക്യാച്ച് ചെയ്യുന്നത് എന്തെന്നാണ്? ആ വാട്ടറിൽ നിന്നാണ്. നെക്സ്റ്റ് ഡിയർ ആണ്, ഫോർ ഡ്രിങ്കിങ് വാട്ടർ, ഫോർ കൂളിംഗ് ദ ബോഡി. അടുത്ത ക്രോക്കഡൈലാണ്, ഫോർ ലിവിങ് ഇൻ വാട്ടർ, വെള്ളത്തിൽ ജീവിക്കുന്നു. ഫോർ ക്യാച്ചിങ് പ്രേ, ജലത്തിൽ നിന്ന് ആഹാരം കണ്ടെത്തുന്നു. നെക്സ്റ്റ് നോക്കിക്കോളൂ, വാട്ട് പർപ്പസസ് ഡു വി യൂസ് വാട്ടർ ഫോർ? എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നത്? പർപ്പസസ്, അതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? ആവശ്യങ്ങൾ, ഡ്രിങ്കിങ്, കുടിക്കാൻ വെള്ളം വേണം അല്ലേ. നമ്മൾ ഭക്ഷണമില്ലാതെ നമുക്കൊരാഴ്ച നിൽക്കാം, പക്ഷെ വെള്ളമില്ലാതെ നമുക്ക് ഒരു ദിവസത്തിൽ കൂടുതൽ നിൽക്കാൻ കഴിയില്ല. അപ്പം ഫസ്റ്റ് യൂസ് എന്താണ്? ഡ്രിങ്കിങ് ആണ്. അതുപോലെ ബാത്തിങ്, കുക്കിംഗ്, വാഷിംഗ് ക്ലോത്ത്സ്, വാഷിംഗ് വെഹിക്കിൾസ്, ക്ലീനിങ് ഫ്ലോർ, അഗ്രികൾച്ചർ പർപ്പസ്, കൃഷി ആവശ്യങ്ങൾക്ക് അല്ലേ. നമ്മൾ കൃഷിയൊക്കെ നടണമെങ്കിൽ വെള്ളം വേണം, ദിവസം നനച്ചു കൊടുക്കണം. ഫോർ വാഷിംഗ് ഹാൻഡ്, ഫോർ ഗിവിങ് ബാത്ത് ടു ഡൊമസ്റ്റിക് ആനിമൽ, ജീവികളെ കുളിപ്പിക്കാനും അതിനെ പരിപാലിക്കാനും അതിനെ ക്ലീൻ ചെയ്യാനും ഒക്കെ കുടിക്കാനൊക്കെ വെള്ളം വേണം. അതുപോലെ ഫോർ വാട്ടറിങ് ദ പ്ലാന്റ്സ്, ചെടികളെ നനയ്ക്കാൻ. ഫോർ വാഷിംഗ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, കൺസ്ട്രക്ഷൻ വർക്ക്സുകൾ, ബിൽഡിംഗ് വർക്ക്സുകൾക്കൊക്കെ എന്ത് വേണം? വെള്ളം വേണം. ഫോർ പോട്രി, മൺപാത്ര നിർമ്മാണം. അതുപോലെ ഫോർ ഇൻഡസ്ട്രി, വ്യാവസായിക ആവശ്യങ്ങൾ. ഫോർ ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി, വൈദ്യുതി ഉണ്ടാക്കുന്നത് ജലത്തിൽ നിന്നൊക്കെയാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത്. അതുപോലെ ഫോർ വാഷിംഗ് വെസൽസ്, പാത്രങ്ങൾ കഴുകാൻ. നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് എന്ത്? വാട്ടർ അല്ലേ. അപ്പോൾ വാട്ടർ ഇല്ലാതെ നമുക്ക്, ജലമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. അത്രയ്ക്കും പ്രാധാന്യമുള്ള ഘടകമാണ് വാട്ടർ. വാട്ട് വിൽ ഹാപ്പൻ ടു ഹ്യൂമൻ ബീയിങ് ആൻഡ് അതർ ലിവിങ് തിങ്സ് ഇഫ് ദേ ഡു നോട്ട് ഗെറ്റ് ഇനഫ് വാട്ടർ? ഡിസ്കസ് ആൻഡ് റൈറ്റ്. ആവശ്യത്തിന് ജലം ലഭിക്കാതെയായാൽ മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും എന്തെല്ലാം സംഭവിക്കൂ? അവിടെ നിങ്ങൾ ഡിസ്കസ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞത്. ഇഫ് ദർ ഈസ് നോ വാട്ടർ, വെള്ളമില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ഷോർട്ടേജ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ, കുടിവെള്ളം കിട്ടാതാവും അല്ലേ. അതുപോലെ ഫീൽഡ്, റിവേഴ്സ്, വെൽ ആൻഡ് പോൺസ് ഡ്രൈ അപ്പ്, വയലുകളും പുഴകളും കിണറും കുളങ്ങളൊക്കെ വറ്റി വരളും. വാട്ടർ സ്കേഴ്സിറ്റി, വെള്ളമില്ലാതെ കുടിവെള്ളക്ഷാമം ഉണ്ടാവും അല്ലേ. പ്ലാന്റ്സ് വിതർ, എന്താണ്? ചെടികളൊക്കെ കരിഞ്ഞു പോകും. അതുപോലെ പെരിഷിങ് ദ ലൈഫ് വെബ്, നമ്മുടെ ജീവജാലങ്ങളൊക്കെ എന്ത് ചെയ്യും? നശിച്ചു പോകും. പെരിഷിങ് ദ അഗ്രികൾച്ചർ, കൃഷി നശിക്കും അല്ലേ.
എന്ന് പറഞ്ഞാൽ ഓൾ ക്രിയേച്ചർ വിൽ സഫർ ഫ്രം തേഴ്സ്റ്റ്. എല്ലാ ജീവജാലങ്ങൾക്കും എന്താണ്, കുടിവെള്ള ക്ഷാമം നേരിടും അല്ലേ. കുളിക്കാനും കുടിക്കാനും ഒന്നും ഉണ്ടാവില്ല. നമ്മൾ കുക്ക് ചെയ്യാനൊക്കെ നമുക്ക് വെള്ളം വേണ്ടേ, വേണം, അതിലുണ്ടാവില്ല. അതുപോലെ ആനിമൽ ആൻഡ് പ്ലാന്റ്സ് വിൽ ഡൈ. എല്ലാം ജീവജാലങ്ങളും ആനിമൽസും പ്ലാന്റ്സും ഒക്കെ എന്ത് ചെയ്യും, നശിച്ചു പോകും. അപ്പം ഈ വെള്ളത്തെ നമ്മൾ എന്ത് ചെയ്യണം, ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് സംരക്ഷിക്കണം. കുട്ടികളെ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങളുമായിട്ട് കാണാം. എല്ലാ കൂട്ടുകാരും ഇത് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാ കുട്ടികൾക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.